Start from there. ലിയോയിലൊക്കെ ശേഷമാണ് അല്ലേ കേരളത്തിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് ശരിക്കും ഒരു പടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും എങ്ങനെയുണ്ട് ശരിക്കും? പടം ഷൂട്ട് ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 20 days ആണ് നമ്മൾ ചെന്നൈയിൽ ഷൂട്ട് ചെയ്തത്. ആൻഡ് അത് കഴിഞ്ഞ് ഐ ഹാഡ് എൻ ഐഡിയ എന്താവും എന്നുള്ളത്. ഐ എം റിയലി എൻജോയിങ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇൻ ഇറ്റ് സെൽഫ്. ഐ തിങ്ക് കാണുന്ന ഫിലിം പൊതുവെ ഓഡിയൻസിനുള്ളതും വർക്ക് എക്സ്പീരിയൻസ് നമുക്കുള്ളതുമാണല്ലോ. ആരും പ്രതീക്ഷിക്കാത്തൊരു വേഷമായിരുന്നു ശരിക്കും. ഇതിൽ സെക്കൻഡ് പാർട്ടിൽ ഇതിലേക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കാൻ പോയത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കാരണം യു നോ വാട്ട് ഹാപ്പൻ ടു ദ ക്യാരക്ടർ. സോ ലെറ്റ്സ് സീ ബാക്കി വരുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നെക്സ്റ്റ് പ്രോജക്റ്റ് എനിക്കൊരു 3 തമിഴ് ലൈനപ്സ് ഉണ്ട്. മാധവൻ സാറിൻ്റെ കൂടെ ഒരു അദൃഷ്ടശാലി എന്ന് പറഞ്ഞ മൂവി നമ്മൾ ഫിനിഷ് ചെയ്തപ്പോൾ അടുത്ത പ്രഭുദേവാൻ്റെ ഒരു മൂവി കൂടെ വരുന്നുണ്ട്. സോ ഇതാണ് ഇമ്മീഡിയറ്റ് റിലീസസ്. പിന്നെ ഒരെണ്ണം ഇപ്പോൾ ബിഗിനിങ്, അടുത്തത് ഇനി തുടങ്ങാൻ പോകുന്നത്. ഈ വിജയ് സാറ് കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നമ്മളൊരു ഫാൻ ഗേൾ എന്ന നിലയിൽ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് സോങ്ങാണ്. ഉറപ്പായിട്ടും പേടിയുണ്ടായിരുന്നു. ആദ്യം ഐ വാസ് ഹോപ്പിങ് അയ്യോ എല്ലാം നന്നായി പോണേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ എന്നായിരുന്നു ആദ്യത്തെ ചിന്ത. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഈസിയായി. അദ്ദേഹം വളരെ ക്വയറ്റ് ആൻഡ് നമ്മളെ വളരെ ഓക്കെ. അത് എൻ്റയർ സെറ്റ് തന്നെ ഭയങ്കര നല്ല സെറ്റായിരുന്നു. കേരളത്തിലേക്ക് എപ്പോഴാണ് ഞങ്ങളുടെ വിജയനെ കൊണ്ടുവരുന്നത്? കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.